നമസ്കാരം. എൻ്റെ പൊന്നോ, ഈ മൊബൈൽ ക്യാമറയുടെ ദുരുപയോഗം ഉണ്ടല്ലോ, അസഹനീയമായിരിക്കുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും എത്രയെത്ര ജീവിതങ്ങളാണ് ഈ മൊബൈൽ ക്യാമറയുടെ ദുരുപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വല്ല കുളിമുറിയിലോ തുണി മാറുന്ന ഇടത്തോ സ്ത്രീകളെ ഒളിഞ്ഞ് കാണാൻ വേണ്ടി വല്ലരും മൊബൈൽ ക്യാമറ വെച്ച കാര്യമായിരിക്കും ഞാൻ പറയുന്നതെന്ന്. ആ ദുരുപയോഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ സലിംകുമാറിൻ്റെ ആ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച് നടന്ന അനാവശ്യമായിട്ടുള്ള മൊബൈൽ ക്യാമറകളുടെയും ഓൺലൈൻ മീഡിയയുടെയും തള്ളിക്കയറ്റം കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇവിടെ പുതിയ സർക്കുലർ ഇറക്കിയായിരുന്നു. ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ക്യാമറയും കൊണ്ട് പോകരുത്, അങ്ങനെ പോയാൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ. പക്ഷെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ നടപ്പിലാക്കണം. വേറൊന്നുമല്ല പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് നേരെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് വൈറലാകണം, എന്നെക്കുറിച്ച് 10 പേരൊന്ന് സംസാരിക്കണം, എന്നെ 100 പേര് ശ്രദ്ധിക്കണം എന്നൊന്ന് തോന്നുമ്പോൾ ഉടനെ ആരുടെയെങ്കിലും ജീവിതത്തിലോട്ട് മൊബൈൽ ക്യാമറ അങ്ങ് ഉയർത്തിയേക്കാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. നിങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിഞ്ഞു കാണും ആ സംഭവം. ഫസ്മിന സാക്കീർ എന്നൊരു യുവതി, പുള്ളിക്കാരത്തി ഒരു യൂട്യൂബർ ആണെന്ന് പറയുന്നു. യൂട്യൂബിൽ മനുഷ്യർക്ക് ആവശ്യമുള്ളതൊന്നും നന്മയുള്ളതൊന്നും വേണ്ടതൊന്നും ചെയ്യുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കടന്ന് കാണിച്ചു കൂട്ടുന്നു, കുറെ പരദൂഷണം പറയുന്നു. കുറെ നാൾ തൊപ്പിയുടെ കാമുകി എന്നുള്ള രീതിയിലായിരുന്നു കുറെ ഇന്റർവ്യൂകളൊക്കെ വന്നിട്ടുണ്ട്, കുറെ വീഡിയോകളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ തൊപ്പി ആരാണെന്ന് നമുക്കറിയാമല്ലോ. 1-ാം നമ്പർ തരികിടയാണ് പുള്ളിക്കാരൻ. അവൻ ഉള്ള ലഹരിയെല്ലാം കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടാണോ എന്താണോ കിടന്ന് കാണിക്കുന്ന കോപ്രായം ഒന്നും കാണണ്ട. ലൈവില് അടിവസ്ത്രം ഇട്ടുകൊണ്ട് കിടന്ന് തുള്ളുക, മറ്റുള്ള കൂടെ ഉള്ളവന്മാരെയും അടിവസ്ത്രം ഇടിയിച്ചുകൊണ്ട് കിടന്ന് തുള്ളിക്കുക, തെറികൾ പറയുക, രാജ്യത്തെ നാടിനെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുക, വളരെ വൾഗറായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുത്തനാണ്. അവൻ്റെ കാമുകി എന്നുള്ള രീതിയിലാണ് ഈ ഫസ്മിന സാക്കീർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം വേറൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ കേൾക്കുന്നു. നമുക്കറിയില്ല. ഏതായാലും നാടിന് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഏതായാലും ഇന്നലെ സംഭവിച്ചത്, തൊടുപുഴ ടൗണിൽ ഇവരൊരു ഓട്ടോ വിളിച്ചു. രാത്രിയായിരുന്നു. പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു ഓട്ടോ ഡ്രൈവർ. ഇവർ പറഞ്ഞു സുഡിയോയിൽ ഇറക്കണം. ഈ മനുഷ്യന് പാവത്തിന് അറിയത്തില്ല ഈ സ്റ്റുഡിയോ എന്താന്ന്. പുള്ളി കേട്ടത് സ്റ്റുഡിയോ എന്നാ. പുള്ളിക്ക് സ്റ്റുഡിയോ അറിയത്തുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ സ്റ്റുഡിയോ ഉണ്ട്, അതിലേതാ മോളെ എന്നൊന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഇവക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടം പോലെ സ്റ്റുഡിയോ ഉണ്ടെന്നോ? ഇവള് പറയുന്നത് സ്റ്റുഡിയോ, അങ്ങേര് കേൾക്കുന്നത് സ്റ്റുഡിയോ. അത്രേ ഉള്ളു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സ്റ്റുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സ്റ്റുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. ഇങ്ങനെ ചോദിച്ചുടനെ ഇങ്ങനെ മദ്യപാനിയായി. ഇവൾ ഉടനെ ക്യാമറ അങ്ങ് ഓൺ ചെയ്തില്ലേ, പിടിച്ചിട്ട് നിങ്ങൾ മദ്യപിച്ചോണ്ടല്ലേ ഓടിക്കുന്നത്, പുള്ളി തന്നെ വണ്ടടിച്ച് എന്നൊക്കെ പുള്ളി പറയാം. പുള്ളിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഉടനെ ക്യാമറ എടുത്ത് പുള്ളിയുടെ മുഖം പകർത്തി, നിങ്ങൾ മദ്യപിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും സീനിയർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോ അറിയത്തില്ലേ, സ്റ്റുഡിയോ അറിയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? പുള്ളിക്കാരന് അറിയത്തില്ല. പുള്ളിക്കാരൻ്റെ പ്രായത്തിൻ്റെ ഇത് വെച്ച് പുള്ളിക്കാരന് മനസ്സിലായില്ല. അതിനുശേഷം ഇവളിത് പോസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായി കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിനെ തേടി പിടിച്ചൊരു യൂട്യൂബർ ചെന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടു. അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കട എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ജീവൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്, കാരണം ആരും എന്നെ ഓട്ടം വിളിക്കുന്നില്ല, എൻ്റെ ആകെയുള്ള ജീവിതമാർഗ്ഗം ഇതായിരുന്നു, ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല, വേണമെങ്കിൽ അയൽവക്കത്തുള്ളവരോട് ചോദിക്കുക, നാട്ടിലുള്ളവരോട് ചോദിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ യൂട്യൂബർ നടന്ന് പലരോടും ചോദിച്ചു. കൊച്ചു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പറയുന്നുണ്ട് ഇദ്ദേഹം മദ്യപിക്കാറേ ഇല്ല, അവരൊക്കെ സ്ഥിരം ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ 1 ലക്ഷം രൂപയും ഈ ഓട്ടോയും അങ്ങ് തന്നേക്കാന്ന് പറയുന്നുണ്ട്. അത്ര ഉറച്ചു നിന്ന് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇതിങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോൾ ഇവൾ ഈ പോസ്റ്റ് അങ്ങ് മുക്കി. ഈ പോസ്റ്റ് മുക്കിയത് കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മാനക്കേട് മാറിയോ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് രോഗങ്ങളുള്ള മനുഷ്യനാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു. ഷുഗറും പ്രഷറും ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുള്ള മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങേർക്കായി കഴിഞ്ഞാൽ ഇവള് സമാധാനം പറയുമോ? ഇങ്ങനെ ഓരോ അവളുമാരും മൊബൈൽ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കീഴിലോട്ട് ചെന്നിട്ട് എത്ര ജീവിതങ്ങൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്, എത്ര ജീവിതങ്ങൾ ഇവിടെ നശിച്ചിട്ടുണ്ട്, എത്ര ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണിത് മനസ്സിലാക്കാത്തത്? ഇവരെയൊക്കെ കുറേ നാൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിനുവേണ്ടി ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പടച്ചു വിടുന്നതാണ്. അങ്ങനെ സ്വയം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വന്തം അഭിമാനം വിറ്റുള്ള രീതിയിൽ നിങ്ങൾ ജീവിച്ചാലും പ്രശ്നമില്ല. മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് അതിന് കയറുന്നത് എന്തിനാണെന്നാണ് ഒരു ചോദ്യം. അങ്ങേയറ്റത്തെ ശിക്ഷ ഇങ്ങനെയുള്ളവർമാർക്ക് കൊടുക്കണം. അവരിനി പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും അവരെ വിടരുത്. അവർ ചെയ്തത് തെറ്റാണ് എന്നവർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ ഇത്തരക്കാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇവളുടെ മുൻ കാമുകനായിട്ടുള്ള തൊപ്പിയെന്ന് പറയുന്നവൻ, അവനെയൊക്കെ ഈ ഓപ്പറേഷൻ തൂഫാനിൽ ആദ്യം എടുത്ത് അകത്തിട്ട് പരിശോധിക്കേണ്ട ആളുകളാണ്. എന്തൊക്കെയാണ് വന്നിരുന്നു കൊച്ചു കുട്ടികളെയും കൂടെ വഴിതെറ്റിക്കാൻ വേണ്ടി. ഇവന് കുറേ ആരാധകരുണ്ടായിരുന്നത് കുട്ടികളായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ എവിടെങ്കിലും ഉദ്ഘാടനം ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആളുകളൊക്കെ കൂടുക, കുട്ടികളാണ് കൂടുതൽ കൂടിക്കൊണ്ട് തൊപ്പി തൊപ്പി കീ ചെയ്യുന്നു വിളിക്കുന്നു.
അവൻ പല സമയത്ത് പല കേസുകളിൽ അകത്തായിട്ടുണ്ട്. അവൻ ഇപ്പോഴും ഇരുന്നുകൊണ്ട് കാണിക്കുന്നത് തെറിയാണ്. പൊതുമധ്യത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവൻ്റെ അടുത്ത് എടാ നീ എന്താടാ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ ചെല്ലുന്ന ചെറുപ്പക്കാരുടെ അടുത്ത് തെറിയാണ് തിരിച്ച് വിളിക്കുന്നത്. തുണി ഇല്ലാതെയാണ് ലൈവുകൾ നടത്തുന്നത്. എന്നിട്ട് കിടന്ന് ചാട്ടം, ഓട്ടം, മറിച്ചിൽ, വേറുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ലൈവിൽ വരുമ്പോൾ അവരോടത്ത് മോശമായിട്ട് സംസാരിക്കുക, നമ്മുടെ നാടിനെ കൂടെ മോശമാക്കുക. വന്ദേ മാതരം എന്ന് കൃത്യമായിട്ട് പറയാൻ അറിയില്ല, എന്നിട്ട് വന്ദേ ഭാരത്, വന്ദേ ഭാരത്, വന്ദേ മാരതം എന്നൊക്കെ പറയുകയാണ്. ഇതൊന്നും ഇവിടെ കേസെടുക്കാൻ വകുപ്പുകളില്ലേ എന്നാണ് ആലോചിക്കുന്നത്. ഇവന്മാരിങ്ങനെ വിഡ്ഢിത്തരം പറഞ്ഞും കാണിച്ചും പ്രഹസനം നടത്തിയും ഇവർക്ക് റീച്ച് ഉണ്ടാക്കണം. അങ്ങനെ വിറ്റ് തിന്നുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കൊഴുക്കുന്നത്. അവനെ പോലെയൊക്കെയുള്ള വേറൊരു സെക്ഷനാണ് ഇവളുമാരെ പോലെയുള്ളവർ. ഇഷ്ടം പോലെ എണ്ണങ്ങൾ വരുന്നുണ്ട്. അതേസമയം വളരെ കൃത്യമായിട്ട് മൊബൈൽ ക്യാമറകൾ ഉപയോഗിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയും വേണം. കാരണം ഇന്നത്തെ കാലത്ത് തെളിവുകൾ വളരെ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് നല്ല ഒരു കേസ് നമ്മൾ കൊടുത്താൽ അതിന് ആദ്യം ചോദിക്കുന്നത് തെളിവാണ്. അതിന് മൊബൈൽ ക്യാമറ വളരെ പ്രയോജനപ്രദവുമാണ്. നമ്മൾക്കിപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി, ഓട്ടോറിക്ഷ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അയാളുടെ ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാം. അത് കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല, നാട്ടുകാരുടെ പുറത്തല്ല അതുകൊണ്ട് വെക്കേണ്ടത്. അത് കാണിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, അതാ ഇങ്ങനെ ഞാനൊരു ഓട്ടോ പിടിച്ചു, ഓട്ടോയുടെ നമ്പർ ഇതാണ്, ഇന്ന ആളാണ്, എൻ്റെ അടുത്ത് മദ്യപിച്ച് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറി. എന്ത് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലല്ലേ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്. അവർ വേണ്ടത് ചെയ്യില്ലേ? അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മദ്യപിച്ചു എന്ന് പറയുന്നത്? സ്റ്റുഡിയോ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതോ? പറഞ്ഞത് മനസ്സിലായില്ല എന്നൊരു നിസാര കാര്യത്തിന് പുറത്താണ്, തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങനെ ആളുകളുടെ അഭിമാനം വിറ്റ് തിന്നാൻ വേണ്ടി കുറേ അവളുമാരിയിരിക്കുന്നത്. ഒരു പൊതുസ്ഥലത്ത് ചെന്നാൽ ഒരുത്ത നോക്കി 3 സെക്കൻഡിൽ കൂടുതൽ എന്നെ നോക്കി, അതൊരു പ്രശ്നം. ഉടനെ വീഡിയോ എടുത്ത് അതങ്ങ് പോസ്റ്റ് ചെയ്തു. അവന് കുടുംബം ഉണ്ടെങ്കിൽ അത് തൊലഞ്ഞ്. തിരക്കുള്ള ബസ്സിൽ കയറിയിട്ട് ആണുങ്ങളുടെ ഇടയിൽ പോയി നിന്നിട്ട് അവരുടെ ശരീരം എൻ്റെ ദേഹത്ത് കൊണ്ടുവന്നും പറഞ്ഞ് അവനെതിരെ പരാതി. അവൻ തൂങ്ങി. എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ സ്ത്രീകൾ എന്ത് പരാതി കൊടുത്താലും അതിനെ അത്രയ്ക്കത്രയായിട്ട് കണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോലും സാഹചര്യം ഉണ്ടാവും. അതിന് കാരണക്കാരാകുന്നത് സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾ ആവശ്യത്തിന് ചാട്, ചുമ്മാ അല്ലാതെ കുറച്ച് ഒതുക്കം കാണിക്കുക. ഒന്ന് ഒതുങ്ങിയെന്ന് പറഞ്ഞ് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ് പുരുഷന്മാർക്ക് മുന്നിൽ സ്ത്രീകൾ ഒതുങ്ങണമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പുരുഷനും വലുതല്ല, സ്ത്രീയും വലുതല്ല, എല്ലാവരും തുല്യർ തന്നെയാണ്. അഭിമാനം എല്ലാവർക്കും ഉള്ളതാണ്. ഈ പറയുന്ന ഇവളുടെ അടുത്ത് എന്തെങ്കിലും ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ഇവളുടെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? ഇതുവല്ലോ ആയിരിക്കുമോ? ഉടനെ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, അല്ലെങ്കിൽ സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ സ്വകാര്യ വീഡിയോ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാകും. ഒരേ കുറ്റം ആണും പെണ്ണും ചെയ്താൽ ആണിൻ്റെ മുഖം കാണിക്കും, പെണ്ണിൻ്റെ മുഖം ബ്ലർ ചെയ്തും കാണിക്കും, അല്ലെങ്കിൽ മുഖം മറച്ചും കാണിക്കും. അതിൻ്റെ ആവശ്യം എന്താ? ഒന്നുമില്ല. അതുകൊണ്ട് മൊബൈൽ ക്യാമറകൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ട് വൈറലാകാം. എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ മതി. കുപ്രസിദ്ധി വേണോ സുപ്രസിദ്ധി വേണമെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. അതിന് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം ആദ്യം. അത് വേറൊരു കാര്യം. നമ്മുടെ നിലവാരമില്ലായ്മ കാരണം, നമ്മുടെ മാനസിക പ്രശ്നം കാരണം മറ്റൊരാളുടെ ജീവിതം തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളവർ മൊബൈൽ ക്യാമറകളുമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരോട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് ബാക്കിയുള്ളവരും തിരിച്ചറിയണം. കാരണം നമ്മുടെ കയ്യിലും മൊബൈൽ ഫോൺ കാണും. അവർ മൊബൈൽ ഫോൺ എടുത്ത ഉടനെ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കുക. ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് തെളിയിക്കണം. അത് പോലീസ് സ്റ്റേഷനിൽ പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോകാം. പക്ഷെ ഞാൻ മദ്യപിച്ചെന്ന് തെളിയിക്കണം. അദ്ദേഹം പറഞ്ഞല്ലോ 1 ലക്ഷം രൂപ ഓട്ടോയും തന്നേക്കാം മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ. എന്തൊരു മഹാഭാവമാണ് ചെയ്യുന്നത്. ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിക്കുന്നവരുടെ അടുത്ത് ഇങ്ങനെ ചെന്ന് ഷോ കാണിക്കാൻ നിന്ന അവരുടെയൊക്കെ ജീവിതമാർഗ്ഗമല്ലേ അത്? പുള്ളിക്കാരൻ ഒരു മദ്യപാനിയാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്താൽ അറിയാത്ത ആളുകൾ, അറിയുന്ന ആളുകൾ അദ്ദേഹത്തെ ഓട്ടം വിളിക്കും. കാരണം അവർക്കറിയാം അദ്ദേഹം മദ്യപിക്കില്ലെന്ന്. അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഈ വീഡിയോയിലൂടെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം പരിചയിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് വിചാരിക്കും? ഇവൻ ഒരു കുടിയനാണ്, ഇവൻ്റെ ഓട്ടം വിളിക്കണ്ട എന്ന് വിചാരിക്കും. അങ്ങനെ എത്ര ഓട്ടം അദ്ദേഹത്തിന് നഷ്ടമാകും. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ജീവിതത്തെ, സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ ബാധിക്കും? എന്തിനാണ് ഈ മഹാപാപം വലിച്ചു വെക്കുന്നത്? അതുകൊണ്ട് ആരും ഇതിന് തുനിയാതിരിക്കുക. ഇങ്ങനെ തുനിയുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കണമെന്നോ അടിക്കണമെന്നോ അല്ല പറയുന്നത്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ക്യാമറകളുണ്ട്. അത് വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് എല്ലാവരും അങ്ങ് ഉപയോഗിക്കുക. കുറേ പ്രാവശ്യം ആകുമ്പോൾ ഇവളുമാരൊക്കെ താനെ പത്തി മടക്കിക്കോളും. അല്ലെങ്കിൽ ഇവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോലീസുകാർ മുന്നിട്ടിറങ്ങുക.